സിവിൽ സർവീസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരോട് നമ്മൾ മോട്ടിവേഷൻ ആയിട്ട് പറയാറുണ്ട്. നിങ്ങൾ ഇന്ന് IAS IPS എക്സാമിനൊക്കെ പഠിക്കുമ്പോൾ ഭാവിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നല്ല ഗവൺമെന്റ് ജോലിയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നൊക്കെ. പക്ഷെ നമ്മൾ ഇന്ന് അതുക്കും മേലെ ഒന്ന് ചിന്തിച്ചാലോ? UN-ന്റെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ജോലി സാധ്യത തേടിയിറങ്ങിയാലോ? നമ്മൾ മലയാളികൾ പലപ്പോഴും ഇത്തരം സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യാത്തതുകൊണ്ടാണ് അത്തരം മേഖലകളിൽ നമ്മൾ എത്തിപ്പെടാതിരിക്കാനുള്ള കാരണം. ഇപ്പോ എഡ്യൂക്കേഷൻ, പോവേർട്ടി, ക്ലൈമറ്റ് ചേഞ്ച്, പീസ് തുടങ്ങിയ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്നാൽ ചാലഞ്ചിങ് ആയിട്ടുള്ള നമ്മുടെ ഭാഗത്ത് നിന്ന് ലോകത്ത് തന്നെ കോൺട്രിബ്യൂഷൻസ് നടത്താവുന്ന ഒരുപാട് ലോകം ചുറ്റിക്കാണാൻ സാധിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസുകളിലൊക്കെ പങ്കെടുക്കാൻ പറ്റുന്ന ഇന്റർനാഷണൽ എക്സ്പോഷർ ഉള്ള എക്സ്പേർട്ടുകളുമായിട്ട് സംവദിക്കാൻ പറ്റുന്ന ഇടപഴകാൻ പറ്റുന്ന ഇത്തരം സാധ്യത പലപ്പോഴും നമ്മൾ ചിന്തിക്കുക പോലുമില്ല. അപ്പൊ UN-ന്റെ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരുപാട് ഏജൻസികൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ടീം ചേർന്ന ഒരു സ്ട്രക്ചറാണ് സത്യത്തില് ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത്. അതിന്റെ ജോലി സാധ്യതകളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. UN-ന്റെ ഒക്കെ ജോലി സാധ്യത മനസ്സിലാക്കണമെങ്കിൽ ആദ്യം വേണ്ടത് UN-ന്റെ സ്ട്രക്ചർ കൃത്യമായി മനസ്സിലാക്കണം. UN എന്നത് കേവലം ഒരു ഓഫീസോ അല്ലെങ്കിൽ ഓരോ ഓർഗനൈസേഷനോ ഒന്നുമല്ല. 30-ൽ പരം അഫിലിയേറ്റഡ് പ്രോഗ്രാംസും ഫണ്ടും സ്പെഷ്യലൈസ്ഡ് ഏജൻസീസും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഓവർ ആർക്കിംഗ് സ്ട്രക്ചർ ആണ്. അതായത് ഒരുപാട് ടീമുകൾ ചേർന്നതിനാണ് നമ്മൾ സാധാരണ UN എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്കൊന്ന് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഫസ്റ്റ് വരുന്നത് UN-ന്റെ സെക്രട്ടേറിയറ്റ് ആണ്. UN-ന്റെ സെക്രട്ടേറിയറ്റ് UN-ന്റെ ഒരു കീ ഓർഗൻ ആണ്. ഇതിനു പുറമെ UN-ന് 5 ഓർഗൻസ് ഉണ്ട്. അതായത് UN ജനറൽ അസംബ്ലി, എല്ലാ രാജ്യങ്ങളും അംഗങ്ങളായിട്ടുള്ള ജനറൽ അസംബ്ലി, വീറ്റോ പവർ ഉള്ള 5 രാജ്യങ്ങളടക്കം 15 രാജ്യങ്ങൾ അംഗങ്ങളായിട്ടുള്ള UN സെക്യൂരിറ്റി കൗൺസിൽ, UN-ന്റെ ഏറ്റവും കീ ഡിസിഷൻ മേക്കിംഗ് ബോഡി, പിന്നെ എക്കണോമിക് സോഷ്യൽ കൗൺസില്, ട്രസ്റ്റിഷിപ്പ് കൗൺസില്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഈ 5 ഓർഗൻസിനും അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് അല്ലെങ്കിൽ സ്റ്റാഫിനെ സപ്ലൈ ചെയ്യുന്നത് 6ാമത്തെ ഓർഗൻ ആയിട്ടുള്ള ഈ ഒരു UN-ന്റെ സെക്രട്ടേറിയറ്റ് ആണ്. സെക്രട്ടറി ജനറൽ ഒക്കെ ഈ സെക്രട്ടേറിയറ്റിലാണ് ഉണ്ടാവുക. പിന്നെ ഇതിനു പുറമെ UN-ന് 131 കൺട്രി ടീമുകൾ ഉണ്ട്. ഈ കൺട്രി ടീമുകൾക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട്, സ്റ്റാഫ് സപ്പോർട്ട് കൊടുക്കുന്നതും ഈ സെക്രട്ടേറിയറ്റ് ആണ്. അപ്പൊ ഇതാണ് UN-ന്റെ സെക്രട്ടേറിയറ്റ്. സെക്കൻഡ് വണ് UN-ന്റെ ഫണ്ട്സ് ഓർ പ്രോഗ്രാംസ് ആണ്. UNDP, UNEP, യുനിസെഫ്, വേൾഡ് ഫുഡ് പ്രോഗ്രാം, UN പോപ്പുലേഷൻ ഫണ്ട്, UN ഹാബിറ്ററ്റ്, ഇവയൊക്കെയാണ് UN-ന്റെ 6 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫണ്ട്സ് ഓർ പ്രോഗ്രാംസ്. പിന്നെ തേർഡ് വൺ വരുന്നത് UN-ന്റെ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ആണ്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, IMF, വേൾഡ് ബാങ്ക് ഗ്രൂപ്പ്, WHO, യുനെസ്കോ തുടങ്ങി 15ഓളം സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് UN-നുണ്ട്. പിന്നെ വരുന്നത് അതർ എൻറ്റിറ്റീസ് ആൻഡ് ബോർഡ്സ് ആണ്. UN എയ്ഡ്സ്, UN വിമൻ, UN യൂണിവേഴ്സിറ്റി തുടങ്ങിയ എൻറ്റിറ്റീസും ബോർഡ്സും UN-നുണ്ട്. പിന്നെ UN-ന്റെ റിലേറ്റഡ് ഓർഗനൈസേഷൻസ് ആണ്. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി, WTO, OPCW തുടങ്ങിയ റിലേറ്റഡ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അതായത് ഈ ഓർഗനൈസേഷൻസ് ഒക്കെ UN-നുമായിട്ട് റിലേറ്റഡ് ആണ്. പക്ഷെ ഇവർക്കൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്ട്രക്ചറും വർക്കിംഗ് സ്പേസും ഒക്കെ ഉണ്ട്. പിന്നെ അടുത്തത് വരുന്നത് എക്കോസോക്കിന്റെ കീഴിലുള്ള എക്കണോമിക് സോഷ്യൽ കൗൺസിലിന്റെ കീഴിലുള്ള റീജിയണൽ കമ്മീഷൻസ് ആണ്. ESCAP, എക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ പസഫിക്, എക്കണോമിക് കമ്മീഷൻ ഫോർ യൂറോപ്പ്, ആഫ്രിക്ക, എക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ വെസ്റ്റ് ഏഷ്യ. ഇതൊക്കെയാണ് UN-ന്റെ റീജിയണൽ കമ്മീഷൻസ്. അപ്പൊ ഇത്തരത്തില് 30-ലധികം ഫണ്ടും പ്രോഗ്രാംസും ഏജൻസീസും കമ്മീഷൻസും ബോർഡ്സും ഒക്കെ ചേർന്ന ഒരു വലിയ ക്യാൻവാസ് ആണ് വാസ്തവത്തില് UN എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇത്രയും ടീമുകളിലെ ജോലി സാധ്യതകളും അനന്തമായിരിക്കും. സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് 1,13,000-ലധികം ജോലികൾ ഈ ഏജൻസികളിലും ബോർഡിലൊക്കെ ആയിട്ട് മൊത്തത്തിൽ UN-ൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അത് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് അറിയാം എന്നുള്ളിടത്താണ് നമ്മുടെ UN-ന്റെ ജോബ്സിലേക്കുള്ള എൻട്രി സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് UN-ന്റെ ജോബ് കാറ്റഗറീസ് ഒന്ന് പരിചയപ്പെടാം. പ്രൊഫഷണൽ, ജനറൽ സർവീസ്, ഫീൽഡ് സർവീസ്, നാഷണൽ ഓഫീസേഴ്സ്, ഡയറക്ടേഴ്സ്, ഇവയാണ് മേജർ കാറ്റഗറീസ് വരുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് വണ് പ്രൊഫഷണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ എക്സ്പേർട്സ്. ഇന്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള കാറ്റഗറിനെയാണ് സാധാരണ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. P1 മുതൽ P5 വരെ ഉണ്ട്. P1 എന്ന് പറയുമ്പോൾ മിനിമം എക്സ്പീരിയൻസ് ഉള്ളത്,
P2 എന്ന് പറയുമ്പോൾ 2 to 3 years എക്സ്പീരിയൻസ്, P3 5 years, പിന്നെ 7-10+ years അത്തരത്തിൽ. അപ്പൊ ഇതില് P1 കാറ്റഗറി പൊതുവെ വളരെ റയർ ആയിട്ടാണ് യുഎന്നിന്റെ ജോബ് പോർട്ടലിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. അതായത് ഒരു 2 to 3 years എക്സ്പീരിയൻസ് യുഎൻ എപ്പോഴും പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു എൻട്രി ലെവൽ എന്ന് പറയുമ്പോൾ P1 വളരെ റയർ ആയിട്ടേ കാണുള്ളൂ. P2 ഒക്കെയാണ് സാധാരണ നമുക്ക് എൻട്രി ലെവൽ ആയിട്ട്, അല്ലെങ്കിൽ P2 കാറ്റഗറി ഒരു 2 to 3 years എക്സ്പീരിയൻസ് ആണ്. P3 P4 P5 ഒക്കെ ഉണ്ട്. അപ്പോ നല്ല എക്സ്പീരിയൻസ്ഡ് ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഡയറക്ട്ലി P4ലേക്കോ അല്ലെങ്കിൽ P3ലേക്കോ തന്നെ എൻട്രി കിട്ടുന്നതാണ്. പ്രൊഫഷണൽ എക്സ്പേർട്സ് കഴിഞ്ഞാൽ പ്രൊഫഷണലിന്റെ തന്നെ ഒരു സബ് കാറ്റഗറിയാണ് നാഷണൽ ഓഫീസേഴ്സ്. ഇവ ഈ പ്രൊഫഷണൽ എക്സ്പേർട്ടിന് തുല്യമായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷേ ഈ പേര് കാണിക്കുന്ന പോലെ നാഷണൽ എന്ന് പറയുന്നതുകൊണ്ട് അവിടെ റിക്രൂട്ട്മെന്റ് ആ രാജ്യത്തുള്ള ആൾക്കാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് എവിടെയാണോ ഡ്യൂട്ടി സ്റ്റേഷൻ ഉള്ളത് ആ രാജ്യത്തുള്ള ആളുകൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അടുത്ത് ജനറൽ സർവീസ് ആണ്. ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ ഈ അഡ്മിൻ അല്ലെങ്കിൽ ക്ലർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് ആണ്. ഇവർക്ക് ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ക്വാളിഫിക്കേഷൻ ഒക്കെ മതി. പക്ഷെ ഇതും പൊതുവെ ഇന്റർനാഷണൽ ലെവലിൽ റിക്രൂട്ട് ചെയ്യാറില്ല. ആ നാഷണൽ എവിടെയാണോ ഡ്യൂട്ടി സ്റ്റേഷൻ അവിടെയുള്ള നാഷണൽസിനെയോ അല്ലെങ്കിൽ അവിടെയുള്ള ലീഗൽ റെസിഡൻസ് ഉണ്ടാവുമല്ലോ, വിസ ഒക്കെ ആയിട്ട് അവിടെയുള്ള ലീഗൽ റെസിഡൻസിനൊക്കെയാണ് ഈ ജോലി അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറി ഉണ്ടാവുക. അടുത്ത ഫീൽഡ് സർവീസ് ആണ്. ഫീൽഡ് ലെവൽ ആയിട്ടുള്ള ജോലികളാണ്. വളരെ 3% ഒക്കെയാണ് യുഎന്നിന്റെ ഫീൽഡ് സർവീസ് ഒക്കെ വരുന്നത്. പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസിലൊക്കെ ഉള്ള ഫീൽഡ് സർവീസ് വരുന്നത്. പിന്നെ ഡയറക്ടറൽ റോൾസ് എന്ന് പറയുമ്പോൾ ലീഡർഷിപ്പ് റോൾസ് ആണ്. 10+ years എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്കാണ് ഇത്തരത്തിലുള്ള ലീഡർഷിപ്പ് റോൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സാധാരണ ഒരു യുഎന്നിന്റെ ജോബിലേക്ക് കയറുക എന്ന് പറയുമ്പോൾ P1 അല്ലെങ്കിൽ P കാറ്റഗറി, P1 ഞാൻ പറഞ്ഞല്ലോ റയർ ആണ്. അപ്പൊ P2ലൊക്കെ നമുക്കൊരു എൻട്രി ലെവല് യുഎന്നിൽ നമുക്ക് റിക്രൂട്ട്മെന്റ് സാധ്യമാവുക. അല്ലെങ്കിൽ പിന്നെ ജനറൽ സർവീസിൽ നിങ്ങൾക്ക് ആ ഒരു നാഷണാലിറ്റി ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അവിടെയുള്ള ലീഗലായിട്ട് അവിടെ റെസിഡന്റ് ആയതുകൊണ്ടൊക്കെ നമുക്ക് എന്തുണ്ട് യുഎന്നിലേക്ക് യുഎൻ ഓഫീസറായിട്ട് കയറാവുന്നതാണ്. സോ യുഎന്നിന്റെ ഒരു ഒഫീഷ്യലൊക്കെ ആയിട്ട് മാറണമെങ്കിൽ ഇവിടെ ഈ ഒരു കാറ്റഗറി ഓഫ് ജോബ്സിൽ നമുക്ക് എൻട്രി ലെവലായിട്ട് കണക്കാക്കാൻ പറ്റാവുന്നത് P1 P2 പ്രൊഫഷണൽ. അതിൽ ഞാൻ പറഞ്ഞു P1 റയർ ആണ്. P2 ജോബിലേക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ഈ ജനറൽ സർവീസസിൽ ഇപ്പോൾ നമ്മൾ ആ നാഷണാലിറ്റിയോ അല്ലെങ്കിൽ അവിടെ ലീഗൽ റെസിഡന്റ് ആയിട്ടുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷെ അത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ലെസ് പോസിബിലിറ്റി ആണ് നേരെ യുഎന്നിലേക്ക് ഒരു ഓഫീസറായിട്ട്, അവിടുത്തെ പ്രോഗ്രാം ഓഫീസറായിട്ടോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രോഗ്രാം ഡയറക്ടർ ആയിട്ടൊക്കെ എൻട്രി ചെയ്യാന്നുള്ളത് വളരെ പ്രാക്ടിക്കലി പോസിബിലിറ്റി കുറവാണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാഷണൽ NGOകളിലൊക്കെ വർക്ക് ചെയ്ത് പിന്നീട് ഒരു വർഷം അതിനുശേഷം ഒരു വർഷം നാഷണൽ NGOയിൽ വർക്ക് ചെയ്ത് അടുത്ത 1-2 വർഷം ഇന്റർനാഷണൽ NGOകളിലൊക്കെ വർക്ക് ചെയ്ത് അങ്ങനെ ചിലപ്പോൾ നിങ്ങൾ ഡയറക്ട്ലി P2 ജോലികൾക്കൊക്കെ വേണ്ടിയിട്ട് അപേക്ഷിക്കുകയാണെങ്കിൽ there is higher chance that you will be getting into that. പക്ഷെ അപ്പാർട്ട് ഫ്രം ദാറ്റ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരു 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ 2 ഇന്ത്യക്കാർക്ക് അപ്ലിക്കബിൾ അല്ല. അതല്ലാതെ തന്നെ 2 പ്രാക്ടിക്കലി ഫീസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. അതിൽ ഫസ്റ്റ് ആണ് യുഎൻ ഇന്റേൺഷിപ്സ്. യുഎന്നിന്റെ ഇന്റേൺ ആവാം, ഏതെങ്കിലും ബോഡീസോ ഏജൻസീസോ പ്രൊവൈഡ് ചെയ്യുന്ന ഇന്റേൺഷിപ്പ് എടുത്തുകൊണ്ട് ഒരു 2 to 6 months ആണ് ഒരു ഇന്റേൺഷിപ്പ് ഉണ്ടാവുക. മോസ്റ്റ്ലി ഈ ഇന്റേൺഷിപ്സ് ഒക്കെ അൺപെയ്ഡ് ആണ്. ILOയും WHO ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വളരെ റയർ ആയിട്ടുള്ള ഇന്റേൺഷിപ്സ് ആണ് പെയ്ഡ് ആയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇന്റേൺഷിപ്പ് സ്വിറ്റ്സർലാൻഡിലാണുള്ളത് അല്ലെങ്കിൽ ഇറാഖിലാണുള്ളത്. എവിടെ ഉള്ളത് വെച്ചാൽ അവിടെ പോയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ പോവാനുള്ള ട്രാവൽ എക്സ്പെൻസ്, അവിടെ സ്റ്റേ ചെയ്യാനുള്ള എക്സ്പെൻസ്, അപ്പൊ അത്തരത്തിലുള്ള ചെലവുകളൊക്കെ നമ്മൾ എടുക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു വേറെ വശം. അതേപോലെ ഇന്റേൺഷിപ്പിന് സാധാരണ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ PG ഫൈനൽ ഇയർ ആകുമ്പോൾ അല്ലെങ്കിൽ ഡിഗ്രി ഫൈനൽ ഇയർ ആകുമ്പോൾ ഈവൻ PhDയുടെ സമയത്തൊക്കെ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാജുവേഷൻ PG ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഇയർ ഉണ്ടല്ലോ, 1 വർഷം, അതിന്റെ ഉള്ളിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഡിഗ്രി ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യൂല. PG ആണ് ഒരു മിനിമം ക്വാളിഫിക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. പിന്നെ ഈ ഇന്റേൺസ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 മാസം നിങ്ങൾ ഗ്യാപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് യുഎന്നിന്റെ ജോബ്സ്
ജോബ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ 6 മാസം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാം, UN-ലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഇന്റേൺ ആയി കഴിഞ്ഞാൽ ഈ ഒരു 2 മാസത്തെ അല്ലെങ്കിൽ 6 മാസം നീണ്ടു നിൽക്കുന്ന ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ ഒരു ഗ്രേസ് പീരീഡ് ആയിട്ട് 6 മാസം കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് UN ജോബിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത്തരം ജോലികൾ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ UN ജോബിലേക്കുള്ള ഒരു എൻട്രി പോയിന്റ് ആയിട്ട് UN-ന്റെ ഇന്റേൺഷിപ്സിനെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്നാൽ അത് കോസ്റ്റ്ലി അഫെയർ ആണ്. അതിന്റെ ചെലവുകളും കാര്യങ്ങളൊക്കെ ബേസിക്കലി യാതൊരുവിധ അലവൻസും പൊതുവെ UN ഇന്റേൺഷിപ്സിന് അല്ലെങ്കിൽ UN-ന്റെ ഏജൻസീസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാറില്ല. അത് ഭയങ്കര ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ്. എന്തുകൊണ്ട് UN-ൽ ഇന്റേൺഷിപ്സിന് പൈസ കൊടുക്കണില്ല അല്ലെങ്കിൽ ഒരു അലവൻസും കാര്യങ്ങളും കൊടുക്കണില്ല എന്നുള്ളതൊക്കെ. അടുത്തത് UN വളണ്ടിയേഴ്സ് ആണ്. 6 months to 2 years നീണ്ടു നിൽക്കുന്ന വോളണ്ടിയറിംഗ് പൊസിഷൻസ് ഉണ്ടായിരിക്കും UN ഏജൻസീസോ അല്ലെങ്കിൽ ബോഡീസോ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന. അപ്പൊ അത് ചിലപ്പോൾ ബുർക്കിനിഫാസോയിലായിരിക്കാം, അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിലായിരിക്കാം, അല്ലെങ്കിൽ ഇറാഖിലായിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഓൺസൈറ്റ് വോളണ്ടിയറിംഗ് പൊസിഷൻസ് ആണ്. അപ്പൊ അവിടെ പോയിട്ട് വേണം നമ്മൾ നമ്മുടെ വോളണ്ടിയർഷിപ്പ് ചെയ്യാൻ. അതല്ലാതെ ഓൺലൈൻ ആയിട്ടുള്ള വോളണ്ടിയറിംഗ് പൊസിഷൻസും ഉണ്ട്. പക്ഷെ അവ ലിവിങ് അലവൻസും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇന്റേൺഷിപ്പിന് പേയ്മെന്റേ ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ഒരു ലിവിങ് അലവൻസ് പ്രൊവൈഡ് ചെയ്യും, സാലറി ആയിട്ട് കണക്കാക്കരുത്. അപ്പൊ അത് ഓൺലൈനിൽ ഉണ്ടാവില്ല. ഓഫ്ലൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൺ സൈറ്റ് ആയിട്ടുള്ള വളണ്ടിയർഷിപ്പിന് ഇത്തരത്തിലുള്ള ഒരു ലിവിങ് അലവൻസ് UN പ്രൊവൈഡ് ചെയ്യും. ബേസിക്കലി ഇത് ഒരു ജോലി ആയിട്ടല്ല UN കൺസിഡർ ചെയ്യുന്നത്, ഓരോ ഇൻഡിവിജ്വലിന്റെയും സോഷ്യൽ സർവീസോ അല്ലെങ്കിൽ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഒക്കെ ആയിട്ടാണ്. അപ്പൊ ഇത്തരത്തിൽ വളണ്ടിയറിംഗ് പൊസിഷൻ എടുത്തവർക്കും എന്ത് ചെയ്യാവുന്നതാണ്, അടുത്ത സ്റ്റെപ്പായിട്ട് UN-ന്റെ ഏതെങ്കിലുമൊക്കെ ഓഫീസർ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് നമുക്ക് പ്രാക്ടിക്കലി UN-ലേക്ക് എൻട്രി പോയിന്റ് ആയിട്ടുള്ള 2 ഷോർട്ട് കട്ടുകൾ. അതായത് ഇന്റേൺഷിപ്പ് ചെയ്യുക അല്ലെങ്കിൽ UN വളണ്ടിയേഴ്സ്. പിന്നെ വരുന്നത് യങ് പ്രൊഫഷണൽ പ്രോഗ്രാം ഉണ്ട് UN-ന്റെ YPP, UN സിവിൽ സർവീസസ് എന്നൊക്കെ വിളിക്കുന്നതാണ്. പക്ഷെ ഇവിടെ അത് ഇന്ത്യക്കാർക്ക് അവൈലബിൾ അല്ല. അതായത് ഇത് ഓരോ വർഷമാണ് ഈ ഒരു YPP പ്രോഗ്രാം ഉണ്ടാവുക. അപ്പൊ UN-ൽ അണ്ടർ റെപ്രസെന്റ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ പ്രൊഫഷണൽസിനെയാണ് ഇവിടെ റിക്രൂട്ട് ചെയ്യുന്നത്. ഒരു മാക്സിമം ഏജ് എന്ന് പറയുന്നത് 32 വയസ്സ് വരെയുള്ള ആളുകളെയാണ്. 2013 എങ്ങാനാണ് അവസാനമായിട്ട് ഇന്ത്യ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇന്ത്യക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം ഇന്ത്യ അണ്ടർ റെപ്രസെന്റഡ് അല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള കണക്ക്. വരുന്ന ഭാവിയിലൊന്നും ഇത്തരത്തിൽ YPP-യിൽ ഇന്ത്യക്കാരെ റിക്രൂട്ട് ചെയ്യുന്നു കരുതുന്നില്ല. പിന്നെ വരുന്നത് ജൂനിയർ പ്രൊഫഷണൽ ഓഫീസേഴ്സ് ആണ്, JPOs. ഇത് ഓരോ രാജ്യങ്ങളാണ് ഇത്തരത്തിലുള്ള മെമ്പേഴ്സിന് അല്ലെങ്കിൽ പ്രൊഫഷണൽസിനെ റിക്രൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് അവർക്കുള്ള സാലറിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇതും ഇന്ത്യ ഇത്തരത്തിലുള്ള JPOസിന് എന്ത് ചെയ്യുന്നില്ല, റിക്രൂട്ട് ചെയ്യുന്നില്ല. യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും കാനഡയൊക്കെയാണ് മെയിൻ ആയിട്ട് JPOസിനെ റിക്രൂട്ട് ചെയ്തത്. അപ്പൊ ഇതും ഇന്ത്യക്കാർക്കുള്ള ഒരു ഓപ്ഷൻ അല്ല, ഒരു എൻട്രി പോയിന്റ് ഓപ്ഷൻ അല്ല എന്നുള്ളതാണ്. അപ്പൊ ഇന്റേൺ ആവുക, വോളണ്ടിയർ ആവുക, എന്നിട്ട് അടുത്ത പടിയായിട്ട് UN ജോബിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്കൊക്കെ ഉള്ള ഒരു പ്രാക്ടിക്കലി ഫീസിബിൾ ആയിട്ടുള്ള UN ജോബ് എൻട്രി പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി UN ജോബുകളിലേക്കുള്ള എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ ഒരു മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക മാസ്റ്റേഴ്സ് ആണ്. ഡിഗ്രി, ചില ജോലികൾക്ക് ഡിഗ്രി പറയാറുണ്ട്. ജനറൽ സർവീസസിന് ഡിഗ്രിയും ആവശ്യമില്ല. പക്ഷെ എന്തായാലും UN-ലൊക്കെ അപ്ലൈ ചെയ്യുന്നവർ അത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവിടെ മിനിമം ക്വാളിഫിക്കേഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും മാസ്റ്റേഴ്സ് ആണ്. അതിൽ തന്നെ കൂടുതലും ആളുകൾ എടുക്കുന്നത് ഇന്റർനാഷണൽ റിലേഷൻസ്, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, സോഷ്യോളജി പോലുള്ള ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് ആണ്. ഇതിന്റെ അർത്ഥം മറ്റുള്ളവർക്ക് ഇവിടെ ജോലി കിട്ടില്ല എന്നല്ല. മാത്രമല്ല ഒരുപാട് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് ആവശ്യമായിട്ടുള്ള ജോലികൾ UN-ലുണ്ട്. പക്ഷെ കൂടുതലും UN-ന്റെ റിക്രൂട്ട്മെന്റ്സ് നടക്കുന്നത് നോക്കുമ്പോൾ, ഈ പഠനം നടത്തിയൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്സിന് ഒരു എഡ്ജ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എക്സ്പീരിയൻസ്, UN-ന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ UN ഒരു ജോലിക്ക് അവർ 3 years എക്സ്പീരിയൻസ് വേണമെന്ന് പറയുമ്പോൾ ആ 3 years മസ്റ്റ് ആണെന്ന് മാത്രമല്ല ആ ഫീൽഡിൽ അത്രയും ഏത് ലെവലിലുള്ള റെപ്യൂട്ടഡ് ഏജൻസീസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിൽ അല്ലെങ്കിൽ ഗവൺമെന്റിലുള്ള എക്സ്പീരിയൻസ് ആണ് അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്നെ ഉണ്ടായിട്ടേ കാര്യമുള്ളൂ. നിങ്ങൾ വെറുതെ കുറെ എന്താ പറയാ എയർ അടിച്ചു കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. ഏത് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ്, എങ്ങനത്തെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആണ് ആവശ്യമുള്ളത്, ആ സെയിം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോയിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല.
ഇനി അടുത്തത് നമുക്ക് എവിടെ ഇത്തരം ജോലികൾ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. അതിന് സൈറ്റുകൾ ഉണ്ട്. ഇപ്പൊ careers.un.org എന്ന് പറഞ്ഞിട്ട് യുഎന്നിന്റെ സൈറ്റ് ഉണ്ട്. പിന്നെ inspira.un.org ഉണ്ട്. ഇൻസ്പിര ആണ് യുഎന്നിന്റെ വെബ് പോർട്ടൽ. നമ്മൾ അവിടെ ലോഗിൻ ചെയ്ത് നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്യേണ്ടത് ഈ inspira.un.org-ലാണ്. careers.un.org തന്നെ നമുക്ക് ഈ വളണ്ടിയർ, അതേപോലെ ഇന്റേൺഷിപ്പ്, മറ്റുള്ള P1, P2, P3 കാറ്റഗറി ഓഫ് ജോബ്സ് ഒക്കെ നമുക്ക് career.un.org കാണാവുന്നതാണ്. പിന്നെ നമ്മളെ UNDP, യുനിസെഫ്, UNHCR അവർക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ജോബ് പോർട്ടലുകൾ അതുണ്ട്. അപ്പൊ അത്തരത്തില് യുഎന്നുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ഏതെങ്കിലും ഒരു സിംഗിൾ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ പോർട്ടലിലോ അല്ല ഉള്ളത് എന്നുള്ളത് കൂടി മനസ്സിലാക്കാനാണ്. അപ്പൊ ഇതിൽ ഏത് ലിങ്കിൽ കയറിയാലും നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ ആദ്യം തന്നെ കിട്ടുന്നതാണ്. സെലക്ഷൻ പ്രോസസ്സിലേക്ക് വരുമ്പോൾ എല്ലാ UN ജോബ്സിനും സെയിം പ്രൊസീജിയർ ആവണമെന്നില്ല. പക്ഷെ എന്നാലും പൊതുവെ ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും. അത് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അതിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അതിന്റെ ശേഷമോ കോമ്പിറ്റൻസി ബേസ്ഡ് സ്കിൽ അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ടാവും. അതായത് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആവശ്യമായിട്ടുള്ള ജോലിക്ക് അതിന്റെ ടെസ്റ്റ്, ഡിസിഷൻ മേക്കിംഗ് ആവശ്യമായിട്ടുള്ള ജോലിക്ക് അതിന്റെ ടെസ്റ്റ്. ആ രീതിയിൽ ഈ സ്റ്റേജസ് ഒന്നും അത്ര എളുപ്പമാവില്ല. UN ജോബാണ്, ഹൈലി കോമ്പറ്റേറ്റീവ് ആയിരിക്കും. ആളുകൾ മത്സരിക്കുന്ന ആളുകൾ, എഴുതുന്ന ആളുകളും കോമ്പറ്റേറ്റീവ് ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ടഫ്നെസ് എന്തായാലും പ്രതീക്ഷിക്കണം. പിന്നെ സാലറിയും കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന അല്ലെങ്കിൽ എല്ലാവരും ആസ്പയർ ചെയ്യുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഒരു എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ P2 കാറ്റഗറിക്കാർക്കൊക്കെ ആനുവൽ പാക്കേജ് എന്ന് പറയുന്നത് ഒരു $70,000 to $80,000 വരെയാണ്. അപ്പോൾ ഈ ഇത്രയും നേരം നമ്മൾ UN ജോബ്സ് എന്താണ്, ഏതൊക്കെയാണ് അതിന്റെ കാറ്റഗറീസ്, എങ്ങനെ നമുക്ക് അതിൽ ലാൻഡ് അപ്പ് ചെയ്യാം, ഇതൊക്കെ നമ്മൾ ബ്രീഫായിട്ട് കണ്ടു. അപ്പൊ ഇനി അതൊക്കെ ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ UN ജോബിലേക്ക് P1 പ്രൊഫഷണൽ കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഡയറക്ട്ലി നമ്മളുടെ PG കഴിഞ്ഞ് അപ്ലൈ ചെയ്താലൊന്നും കിട്ടൂല. അപ്പോൾ തീരെ എക്സ്പീരിയൻസ് വേണ്ട എന്ന് പറയുമ്പോഴും അത് കിട്ടൂല. വളരെ ഡിഫിക്കൽട്ട് ആണ് യുഎന്നിന്റെ ജോബിൽ ലാൻഡ് അപ്പ് ചെയ്യാന്നുള്ളത്. 2 മുതൽ 4 വർഷം വരെ UN ജോബിന്റെ ആ ഒരു ജോബ് സീക്കിംഗ് പീരീഡ് ആയിട്ട് ആവറേജ് കണക്കാക്കണം എന്നുള്ളതാണ് പറയാ. അപ്പൊ അവിടെയുള്ള നമുക്ക് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് NGOകളിൽ വർക്ക് ചെയ്യുക, നാഷണൽ ലെവൽ, ഇന്റർനാഷണൽ ലെവൽ NGOകളിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ NGOകളിലൊക്കെ എത്തണമെങ്കിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഡിഗ്രിയും PG ഒക്കെ ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. ഡൽഹിയിലുള്ള JNU അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ജാമിയ മിലിയ, ഇവിടൊക്കെയാണ് നിങ്ങളെ ഡിഗ്രി PG പഠിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത സ്റ്റെപ്പായിട്ട് NGOകളിലേക്കുള്ള വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു സ്മൂത്ത് പ്രോസസ്സായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ആദ്യം നിങ്ങളുടെ ഡിഗ്രി PG ലെവലിൽ ഇതിന്റെ എഫേർട്സ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അങ്ങനെ നിങ്ങൾ NGOകളിലൊക്കെ വർക്ക് ചെയ്തിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി, ഇന്റർനാഷണൽ ലെവൽ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ P1 P2 കാറ്റഗറി ജോബ്സ് നിങ്ങൾക്ക് കിട്ടും. പിന്നുള്ള അതെല്ലാം എന്നുണ്ടെങ്കിൽ നല്ല മാർഗം എന്ന് പറയുന്നത് ഇന്റേൺഷിപ്പ് ചെയ്യാം, UN വോളണ്ടിയർ ആവുക എന്നുള്ളതൊക്കെയാണ്. പല എക്സ്പീരിയൻസിലൂടെ നമ്മൾ കടന്നു പോയപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയ കാര്യം, ചില ആളുകൾ UNലേക്കുള്ള ജോബ് അപ്ലൈ ചെയ്യുന്നത് അവരുടെ 34-ാമത്തെ 35-ാമത്തെ വയസ്സിലൊക്കെയാണ്. ചിലവർ 21, 22, 25 വയസ്സിലൊക്കെ അപ്ലൈ ചെയ്യുന്നവരും അതേപോലെ ജോലിയിൽ ലാൻഡ് അപ്പ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ നിങ്ങൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുള്ളത് വിഷയമല്ല. നിങ്ങൾക്ക് UN ജോലികളിലേക്കൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ സ്റ്റേജിൽ നിങ്ങൾ എന്ത് സ്റ്റെപ്പ് എടുക്കുന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഡിഗ്രിക്ക് PGക്ക് പഠിക്കുന്നവർ ചെയ്യേണ്ട സ്റ്റെപ്പും ഏകദേശം നിങ്ങൾ വർക്കിംഗ് ആണ്, നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വല്ല ടീച്ചറായിട്ടോ അല്ലെങ്കിൽ വല്ല വോളണ്ടിയർ ആയിട്ടോ NGOകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ UNന്റെ ജോലിയിലേക്ക് എത്താനുള്ള സ്കോപ്പ് ഉണ്ട്. പ്രായം ഒരു 34, 35, 38 വയസ്സ് വരെ ഉള്ളവർക്കൊക്കെ UN ജോലിയിലേക്ക് എത്താവുന്നതാണ്. അതിൻ്റെ ഒരു ഏകദേശ രൂപരേഖകളും കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വരും വീഡിയോകളിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. മറ്റുള്ള ഇത്തരത്തിലുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.